ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോൺഫ്ലവർ വെച്ച് ഒരു ഹലുവയാണ് കേട്ടോ. ഇത് പഴയ കാലത്ത് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഹലുവയാണ്. ഇപ്പം ഞാനിത് വെറുതെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കുക കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇത് വേഗം തന്നെ ആകും. ഇതധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി ഇത് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും നമുക്ക് ഫങ്ഷനും ഫെസ്റ്റിവലിനും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. നമ്മുടെ കോൺഫ്ലവർ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളുക. ആദ്യം തന്നെ ഞാനൊരു കേക്കിൻ്റെ ട്രേ ആട്ടോ എടുത്തിരിക്കുന്ന, സ്ക്വയർ ട്രേ. അത് നെയ്യ് വെച്ച് ഞാനത് ഗ്രീസ് ചെയ്യട്ടോ. നല്ലോണം നെയ്യ് എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ നല്ലോണം ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കുക കേട്ടോ. ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കോൺഫ്ലവർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കോൺഫ്ലവർ എടുത്തു കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. 2 കപ്പ് വെള്ളം. അത് പെട്ടെന്ന് അങ്ങ് സെറ്റാകും. നമ്മൾ വേഗം ഒന്ന് ഇളക്കിയെടുത്ത് നല്ലോണം അത് കലക്കി വെച്ചേക്കണേ. വെള്ളവും കോൺഫ്ലവറും കൂടെ ഒന്ന് നന്നായിട്ട് കലക്കി വെക്കണം. അത് പെട്ടെന്ന് അങ്ങ് അടിയിൽ പോയി അങ്ങ് അടിഞ്ഞു. അതങ്ങ് പിന്നെ അത് വേഗം എടുക്കണം നമ്മളതിനെ. ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് വേഗം സെറ്റായിപ്പോവും. അതൊക്കെല്ലാം കലക്കി വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പാൻ എടുത്തിട്ട്, നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാട്ടോ, അത് എടുത്തു കഴിഞ്ഞ് നല്ലോണം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ഇടുന്നത്. ആദ്യം 1 കപ്പ് കോൺഫ്ലവറിന് 2 കപ്പ് പഞ്ചസാര. അതിലോടുകൂടി നമ്മൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുകയാണ് കേട്ടോ. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നല്ലോണം തിളയ്ക്കണം. ഈ പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം തിളയ്ക്കണം. ഞാൻ ആദ്യം സ്റ്റൗവ് വളരെ സിമ്പിളായിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. പാത്രം അടുപ്പത്ത് വെച്ചപ്പോൾ ഇപ്പം നല്ലോണം കൂട്ടി വെച്ചു. ഫുള്ള് ഹൈ സ്പീഡിൽ വെച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഷുഗർ നല്ലോണം അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ തീ കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇത് വേഗം നല്ലോണം അലിഞ്ഞ് വരുമ്പോഴും നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അത് നല്ല ഒരു നൂൽ പരുവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് നമ്മുടെ പഴയ കാലത്തെ ഹലുവയാണിത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പഞ്ചസാര നല്ലോണം അലിഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ കേസരിയുടെ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഫുഡ് കളറ്. അതാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഓറഞ്ച് റെഡ് കളറാണ്. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറവ് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മധുരത്തിന് വേണ്ടി ഒരു ഉപ്പിട്ടതാട്ടോ. പിന്നെ ഇത് നാരങ്ങ പിഴിഞ്ഞ് ഒരു 2 ടേബിൾ സ്പൂണ് ഞാനത് അതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. ഈ ഷുഗർ സിറപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ, ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്താൽ മതി. നമുക്ക് അത്രയും 2 ടേബിൾ സ്പൂൺ കിട്ടും. അതിന് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നാരങ്ങയില. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ ഈ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിരുന്നില്ലേ, അത് നല്ലോണം കലക്കി കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഷുഗർ സിറപ്പില്ലേ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക്. എന്നിട്ട് ഞാൻ സ്റ്റൗവ് സിമ്മിൽ വെച്ചിരിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് പെട്ടെന്ന് ഈ കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിക്കായിപ്പോവും. നമ്മളത് സൂക്ഷിച്ചിട്ട് വേണം. സ്റ്റൗവ് നമ്മളൊരിക്കലും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സിമ്മിൽ തന്നെ വെച്ചിട്ട് നമ്മളങ്ങ് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ ആകണ്ട. അതിന് മുമ്പ് വേഗം കട്ടിയാകും. അത് പെട്ടെന്ന് അങ്ങ് കട്ടിയാകും. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക പൗഡർ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1 ടീസ്പൂൺ ആട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും. പക്ഷേ ഞാനിങ്ങനെയാട്ടോ എപ്പോഴും ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാം. യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോ ആഡ് ചെയ്യാം.
ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിത് ഓറഞ്ച് റെഡ് ഞാനിതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത്രയും തിക്കായിട്ടോ, നല്ലോണം തിക്കായി. ഞാനത് സിമ്മിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ നല്ലോണം തെറിക്കും അതങ്ങ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കുറച്ച് നേരം അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. എന്നിട്ട് ആ നെയ്യെല്ലാം അതിലെ ഉള്ളിലേക്ക് പോകും. അത് കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് അതങ്ങ് കൂടും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ലോണം മിക്സായി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇച്ചിരി കാഷ്യൂനട്ട് ഞാൻ ഇച്ചിരി നല്ലോണം അരിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട, കത്തിയിൽ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അതാകുമ്പോൾ നല്ലൊരു നമുക്ക് ആ ഹലുവ കഴിക്കുമ്പോൾ നല്ലോണം കടിക്കാൻ കിട്ടും. പിന്നെയും കുറച്ചും കൂടെ തിക്കായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ 1 ടീസ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്തു കേട്ടോ. ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാനതങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും സ്റ്റൗവ് സിമ്മിലാണ് ഇരിക്കുന്നത്, ഞാൻ കൂട്ടി വെച്ചിട്ടില്ല. നല്ലോണം തിളച്ച് ആ നെയ്യെല്ലാം പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും ഒഴിച്ചു. ഇപ്പം മൊത്തം 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ നെയ്യിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ഒരു 20 മിനിറ്റിന് മേലെയായി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ടോട്ടൽ ഇതിനൊരു 30 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. ഞാനത് സിമ്മിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കണ്ട, കൂട്ടി വെച്ചാൽ അത് ശരിയാവില്ല. സിമ്മിൽ തന്നെ വെച്ചിട്ട്, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം, സിമ്മിൽ ലോ ഫ്ലെയിം, അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ലോണം തിക്കായിട്ട് വരണം. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ബദാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്ത് നല്ലോണം തിക്കായിട്ടോ ഇത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലോട്ട് ഞാനങ്ങ് എടുത്ത് ഒഴിക്കുകയാണ്. പകുതി ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിലേക്ക്. പിന്നെ ഞാൻ ബാക്കി പകുതി വേറെ പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. അതിനകത്ത് ഇത്രയും മതി. അധികം തിക്നെസ് ആയാൽ പിന്നെ അത് വേണ്ട. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടെ 2 പാത്രത്തിലേക്കാണ് ഞാനിത് ആഡ് ചെയ്യണത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമ്മളെന്തെങ്കിലുമൊക്കെ നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു സ്വീറ്റ് കഴിക്കണം തോന്നി ഇത് പെട്ടെന്ന് എടുത്ത് കഴിച്ചാൽ മതി നമുക്ക്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ റെസിപ്പി ഇട്ടത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. കണ്ടില്ല എത്ര നല്ല ഭംഗിയായിട്ടാണ് ആ ഹലുവ വന്നിരിക്കുന്നതെന്ന് നോക്കി. ഞാനതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് നല്ലോണം ചൂടാറി കേട്ടോ. നമ്മളൊരു 2 hours 3 hours ഒക്കെ വെക്കണം. എനിക്ക് 3 മണിക്കൂറിന് മേലെയായി ചൂടാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനത് ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതായത് കറക്റ്റ് പരുവത്തിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ ഹലുവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടുത്ത രണ്ടാമത്തെ ഇത് ഞാനങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. അത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഞാനത് കട്ട് ചെയ്തെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.